നേരം വന്നിട്ട് നമ്മളൊരു സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ടുണ്ട് കേട്ടോ. നിർത്തി ലൊക്കേഷൻ എവിടെ നിങ്ങൾക്ക് കണ്ടേ, എവിടെ നിന്നുള്ള വ്യൂ കാണണ്ടേ, അടിപൊളിയാണ് കേട്ടോ. ഒരു ഹിഡൻ വാട്ടർഫോൾസ് കണ്ടിട്ട് വരാം. ബാഹുബലിയിലൊക്കെ കണ്ടിട്ടുള്ള ഒരു സീൻ ഓർമ്മ വരും ബേബി. ചിലപ്പോൾ നമ്മൾ കയറി വരുന്ന ഒരിക്കലും ഒരു മേലത്തെ ഒരു പാറയും കൂടെ കണ്ടു കേട്ടോ. അപ്പൊ ഇവിടെയും കൂടെ നമ്പർ. അപ്പോൾ ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറേ നാളായിട്ടോ ചാനൽ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ കുറേ പേരൊക്കെ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു, മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു, എന്താ പുതിയ വീഡിയോസ് ഒന്നും ഇടാത്തതെന്ന്. ആക്ച്വലി ഞാൻ കുറേ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ തിരക്കിലൊക്കെ ആയിരുന്നു. ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഞാനൊരു സ്ഥലത്ത് പുതിയതായിട്ട് ജോലിക്ക് കയറിയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ട്രിവാൻഡ്രത്താണ് കേട്ടോ. ആക്ച്വലി ഇപ്പോൾ 2 ദിവസത്തേക്ക് ഞാൻ നാട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തു, ഒരു ഷോർട്ട് ട്രിപ്പ്. അപ്പം അതിൻ്റെ ഒരു വീഡിയോസ് ആയിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ നടന്നത്. നമ്മൾ പോകുന്നത് എങ്ങോട്ടെന്ന് വെച്ചാൽ അമ്പനാട് ഹിൽസിലോട്ടാണ് നമ്മൾ പോകണമെന്ന് പ്ലാൻ ചെയ്തേക്കുന്നത്. അങ്ങോട്ട് കയറ്റി വിടുമെന്നൊന്നും അറിയത്തില്ല. ആക്ച്വലി ഇവൻ പോയിട്ടുണ്ട്, ഞാൻ അതുവരെ പോയിട്ടില്ല. വിടുമായിരിക്കും. നമ്മളിപ്പോൾ ഇൻട്രോ എടുക്കുന്നത് ആക്ച്വലി 13 കണ്ണറപ്പാലത്തിൻ്റെ അവിടെ നിന്നിട്ടാണ്. ഇതാണ് തെമ്മലയിലെ 13 കണ്ണറപ്പാലം. പണ്ടത്തെ ഭയങ്കര അടിപൊളിയായിരുന്നു. ബ്രിട്ടീഷുകാരുടെ സമയത്തൊക്കെ പണിഞ്ഞ കുറേ സംഭവങ്ങളൊക്കെ എന്തിൻ്റെ മെലൂർ റെയിൽവേ ട്രാക്ക് പോകുന്നുണ്ട്. അങ്ങോട്ടൊന്നും കയറുന്നില്ല. ഒരുപാട് വീഡിയോ നമ്മുടെ തന്നെ പഴയ റോസ്മല വീഡിയോസിൽ ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ട്രാവൽ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമുക്കിന്ന് അമ്പനാട് ഹിൽസ് പോയിട്ട് കാര്യങ്ങളൊക്കെ കാണാം. വെൽക്കം. പോകുന്ന വഴി നമ്മളൊരു ചെറിയ വാട്ടർ ക്രോസിങ് കണ്ടിട്ടുണ്ട്. അങ്ങനെ കാല് ഇറങ്ങിയതാണ്. എനിക്കൊന്ന് കഴിഞ്ഞ നല്ല വെള്ളപ്പൊക്കം വന്ന സമയത്ത് ഒരിടയ്ക്ക് നല്ല മഴ പെയ്യില്ല. ആ സമയത്ത് മറ്റേ ഇതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് വന്നേന്നുള്ളൂ. കുറേ പാറയൊക്കെ കിടക്കുന്നുണ്ട്. നമ്മൾ വണ്ടി ഇവിടെ വെച്ചേട്ടാ. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു വാട്ടർഫോൾസ് ഉണ്ട് ഇവിടെ, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. അപ്പോൾ നമുക്കത് പോയിട്ട് ഒരു ഹിഡൻ വാട്ടർഫോൾസ് കണ്ടിട്ട് വരാം. വലിയ വാട്ടർഫോൾസ് ഒന്നുമല്ല, പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ വെള്ളം വീഴെ കാണാൻ വേണ്ടി. വാവ്, തണുക്കുന്നേ. ഓ, നല്ല തണുപ്പുണ്ട് കേട്ടോ വെള്ളത്തിന്. സമയം ഇപ്പോൾ ഉച്ചയല്ല, ഒരു 4-3 മണി അത്ര ആയിട്ടുള്ളൂ. പക്ഷെ ഞാൻ തണുപ്പാണെന്നറിയോ വെള്ളത്തിനൊക്കെ. ഇതൊക്കെ വെള്ളം വീണ് നോക്കിയാണ് ഇത്. ഇന്നിക്കൂട്ടെ സാഹസികമായ കണ്ടുപിടുത്തം കണ്ടോ, മഴവില്ല് കണ്ടോ ഇവിടെ ഇങ്ങനെ വെള്ളം വീഴുന്നത്. ടൂറിസ്റ്റ് കേട്ടോ കാണാൻ വേണ്ടി. നല്ല ഭംഗിയുണ്ടല്ലേ. അടിപൊളി ഒരു വ്യൂ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ട എങ്ങനെ വ്യൂ. നമ്മൾ ബാഹുബലിയിലൊക്കെ കണ്ടിട്ടുള്ളൊരു സീൻ നിങ്ങൾക്ക് ഓർമ്മ വരും ബേബി. ചിലപ്പോൾ മേടിയുന്ന ദേവസേന പോയി. ഇതെനിക്ക് കുറേ ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. ഇല്ലടാ, നല്ല ഭംഗിയുണ്ട്. പ്രൈവസി എന്ത്? നല്ല പ്രൈവസി. ഇവിടെ അധികം ആൾക്കാരുന്നില്ല, നല്ല പ്രൈവസി ഉണ്ട്. വെള്ളച്ചാട്ടം ഉണ്ട്. എനിക്ക് കുളിക്കാൻ തോന്നുന്നു പറഞ്ഞിട്ട് കയറിയാലോ നനയും. അതുകൊണ്ട് മാത്രം വേറെ ഡ്രസ്സൊന്നും ഇല്ലല്ലോ. ഉറപ്പായിട്ട് ഞാൻ പോയി അത് കയറിയാലോ. അത്ര രസമുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ കയറിയില്ല. പണ്ട് കല്ലുവല്ലെന്ന് കഴിഞ്ഞാൽ പടമാവുകയും ചെയ്യും. നല്ല രസമുണ്ട്. അപ്പം നമ്മൾ ഇവിടുത്തെ പരിപാടി നല്ല രസം ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനമായിരുന്നു. നല്ല വൈബുണ്ട്. ചെറിയൊരു സാധനമാണെങ്കിലും അടിപൊളിയായിരുന്നു. നമ്മളിനി ഇവിടുന്ന് പോവാട്ടോ തിരിച്ച്. നമ്മളിനി അടുത്ത നമ്മുടെ പ്ലാൻ ലൊക്കേഷനായിട്ടുള്ള അമ്പനാട് വണ്ടി ദേ നമ്മൾ അവിടെ വെച്ചിട്ടാണ് കയറി വന്നത്. അവിടെ തന്നെ ഉണ്ട്. എന്താണ് സാർ? ക്രിയേറ്റീവ് ഫോട്ടോഗ്രാഫിയാണ്. എല്ലാം നടക്കുമോ? ഓക്കെ. ഇപ്പം നമ്മൾ വന്ന വഴി ഇതോടോ പിന്നല്ല. ഓക്കെ, അതായിരുന്നു കേട്ടോ നമ്മൾ നേരത്തെ കയറിയ വാട്ടർഫോൾ. ഉണ്ടോ അതിന് മേളി നീന് വേണോണ്ടിരിക്കും. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടി. ഇപ്പം നമ്മൾ ഇത് കഴിഞ്ഞ് ഇനി നമുക്ക് ഇവിടുന്ന് നേരെ അടുത്ത സ്ഥലത്തോട്ട് പോവാം. രാമജ പേര്, മൊബൈൽ നമ്പർ, വണ്ടി നമ്പർ. 25 നമ്മ ഉള്ള പോണം. അപ്പൊ നമ്മള് ഫസ്റ്റ് വ്യൂ പോയിന്റ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും നേരം വന്നിട്ട് നമ്മളൊരു സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ടുണ്ട് കേട്ടോ. നിർത്തിയ ലൊക്കേഷൻ എവിടെ നിങ്ങൾക്ക് കണ്ടേ, എവിടെ നിന്നുള്ള വ്യൂ കാണണ്ടേ, അടിപൊളിയാണ് കേട്ടോ. യെസ്, ഈ വ്യൂ നിങ്ങളൊന്ന് നോക്കിയേ, എന്ത് ഭംഗി നോക്കി. വണ്ടി നമ്മൾ വെച്ചിരിക്കുന്നുണ്ടോ. അടിപൊളി ഒരു വ്യൂ ആണ് കേട്ടോ. നമ്മൾ വന്നേക്കുന്നത് ഈവനിങ് ടൈമാണ്. അതുകൊണ്ട് തന്നെ കണ്ടില്ല ഫുള്ള് സൂര്യൻ്റെ വെട്ടവും അടിപൊളി ഒരു വ്യൂ കേട്ടോ. കറക്റ്റൊരു പോർട്രേറ്റ് ഒക്കെ വരച്ച് വെച്ചേക്കുന്ന പോലെ കാണുന്നില്ല. അടിപൊളിയല്ലേ കാണാൻ വേണ്ടി. പിന്നെ അവിടുന്ന് സൂര്യൻ ഇങ്ങോട്ട് അടിക്കുന്നത്, അതിൻ്റെ കൊണ്ട് ചെറിയൊരു മങ്ങി കാണുന്നുണ്ട് കേട്ടോ. പക്ഷേ വലിയ കാറ്റും തണുപ്പൊന്നുമില്ല. ഡിസംബർ ആണെങ്കിൽ പോലും അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ഒന്നുമില്ല. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടി. നല്ല അടിപൊളി വ്യൂ ആണ്. അവിടെ കണ്ടില്ലേ പിന്നെ വെസ്റ്റേൺ ഗഡ്സിൻ്റെ ഫുള്ള് മലകളൊക്കെയാണ് കേട്ടോ നമ്മൾ കാണുന്നത്. കണ്ടില്ലേ ദൂരെ കാണുന്നുണ്ടോ നിങ്ങൾ? താണ്ടെ അവിടെ ആയിട്ട് കാണുന്നത് ഇത് ഇവിടുത്തെ പഴയ എന്തോ ഫാക്ടറി എന്തോ ഇപ്പോഴും വർക്കിംഗ് ആണോ എന്ന് എനിക്കറിയത്തില്ല. പിന്നെ അവിടെ കുറേ വീടുകളും സാധനങ്ങളും ഒക്കെ. നമ്മളിപ്പോൾ അവിടുന്ന് ആ ജംഗ്ഷനിൽ നമ്മളും കൂടി കയറി വന്നിരിക്കുന്നത്. ഓഫ് റോഡ്
ഓ ഫൈനലി നമ്മൾ നല്ല റോഡിലോട്ട് എത്തി. എൻ്റെ അമ്മോ എൻ്റെ മോനെ വ്യൂ ഇപ്പം നമ്മൾ കയറി വരുന്നൊരിക്കലും ഒരു മേലത്തെ ഒരു പാറയും കൂടെ കണ്ടിട്ടാ. അപ്പോൾ ഇവിടെയും കൂടെ കയറി അയ്യോ അത് നോക്കിയ വ്യൂ നൈസ് അല്ലേ. അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മേളിലൂടെ കയറിയിട്ട് ഇവിടുത്തെ വ്യൂ കൂടെ എങ്ങനെയുണ്ടോ നോക്കാം. ഓ ഇങ്ങനെ നോക്കുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ടത് കാണാൻ വേണ്ടി മോനെ. പക്ഷേ എൻ്റെ ഒരു പേടി വെച്ചത് മൊത്തം ആന ഇറങ്ങുന്ന വഴിയാട്ടോ. ഇത് കണ്ടോ, ഇതെല്ലാം ആനപ്പിണ്ട് കിടക്കുന്നത്. ഈ വഴി ഫുൾ ആനപ്പിണ്ട്, മേളിൽ താഴെ. അത് ഫ്രഷ്, അതായത് മേ ബി ഇന്നലെ അല്ല ഇന്ന് രാവിലെ പോയതായിരിക്കും, അത്രയ്ക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മേളത്തെ വ്യൂ കൂടെ കാണാൻ പോകാട്ടോ. എന്തായിരിക്കും ഇതിൻ്റെ മേളിൽ കയറിയിട്ട് ഞാൻ കാണിച്ചത് സർപ്രൈസിലായിട്ട്. അപ്പോഴൊക്കെ എന്തിൻ്റെയോ ഒച്ച ബഹളമോ കേൾക്കുന്നു. എൻ്റെ മോനെ അപ്പോൾ നമ്മൾ ഇവിടെ വരെ വരുന്നുള്ളൂ കേട്ടോ. ഇവിടെ കൊണ്ട് നമ്മൾ വണ്ടി നിർത്തി. കാരണം എന്ന് വെച്ചാൽ ഇനി അങ്ങോട്ട് വരുന്ന വഴി ആൾക്കാരൊന്നും കാണില്ല. പിന്നെ റോഡ് മൊത്തം ആനപ്പിണ്ണം കിടക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അത്ര ഒരു പന്തികേടായിട്ട് തോന്നില്ല ഇനി ഇതുവഴി തന്നെ പോകുന്നത്. അപ്പം നമ്മൾ ഇവിടെ വരെ വരുന്നുള്ളൂ. ഇനി നമ്മൾ തിരിച്ചിറങ്ങി പോവാം. കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം വൈബ് തന്നെയായിരുന്നു എല്ലാ സംഭവങ്ങളും. പിന്നെ കണ്ടില്ല ഈ സൈഡ് വഴിയൊക്കെ കണ്ട ഫുള്ള് ഡാർക്കാണ്, ഫുള്ള് ആനപ്പിണ്ടോ. പിന്നെ ഇതാണ്ട് പഴയ ഒരു വീടും സാധനങ്ങളും മാത്രമേ ഉള്ളൂ ഇവിടെ, അല്ലാതെ ഒരാൾ പോലും ഇല്ല. നമ്മൾ ആക്ച്വലി അവിടുന്ന് കുറേ കൂടെ അങ്ങോട്ട് പോയായിരുന്നു കേട്ടോ, പോയിട്ടുണ്ടായിരുന്നു. അപ്പം പക്ഷെ അവിടെ വഴി തീർന്നു. പിന്നെ ഭയങ്കര പൊളിഞ്ഞ റോഡാണ്. അപ്പം താഴോട്ട് ഇറങ്ങി പോവാം. അതുകൊണ്ട് പിന്നെ എനിക്ക് അവിടെ ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. അവിടെ നമ്മളിനി തിരിച്ചു പോവാം.